ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ IOQM 2021 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതായത് 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എ നമ്പർ n ഇൻ ബേസ് 10, അതായത് ബേസ് 10ൽ നമ്പർ n ആണ്. അത് ബേസ് ബിയിൽ അത് 503 ആയിട്ട് അറിയപ്പെടും. ഓക്കെ, ബേസ് B+2ൽ അത് 305 ആണ്. അങ്ങനെയാണെങ്കിൽ n എന്താണെന്ന് കണ്ടുപിടിക്കുക, അതിൻ്റെ പ്രൊഡക്റ്റ് ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്കിത് എന്താണെന്ന് കണ്ടുപിടിക്കാം. സോ നമുക്കറിയാം ഒരു 103 എന്നുള്ളൊരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കാം. 103 എന്നുള്ളൊരു നമ്പർ ഉണ്ട്. ഇത് നമ്മൾ ഓൾറെഡി ഇത് ഡെസിമലിലാണ്. നമ്മളിതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? 1 × 10⁻² പ്ലസ് 0 × 10⁻1 പ്ലസ് 3 × 10. ഇങ്ങനെയാണ് നമ്മൾ ഡെസിമൽ ഫോമിൽ സാധാരണ എക്സ്പ്രസ് ചെയ്യുക. ഇതേ രീതിയിൽ നമുക്ക് ബേസ് ബിയിലും ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് n = ഡെസിമൽ ഫോംസിലുള്ള n എന്തായിരിക്കും ബേസ് ബിയിൽ റെപ്രസെൻറ്റ് ചെയ്യുക? അതായത് 503 ഇൻ ബേസ് ബി. ഈ n ബേസ് 10ലാണ്. n ഇൻ ബേസ് 10 = 503 ഇൻ ബേസ് ബി. ഈ ബേസ് ബിയിലുള്ളതിനെ നമുക്ക് മറ്റേലേക്ക് കൺവേർട്ട് ചെയ്യൽ എങ്ങനെയാണ്? 10ലേക്ക് കൺവേർട്ട് ചെയ്യൽ എങ്ങനെയാണ്? 5 × p⁻² പ്ലസ് 0 × p⁻1 പ്ലസ് 3 × p⁻. ഇതാണ് ബേസ് 10ലുള്ള ഒരു നമ്പർ. അതായത് ഇതിൻ്റെ വാല്യൂ നമുക്ക് മാറ്റി എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? n = 5b² പ്ലസ് 3 എന്ന് കിട്ടും. ഓക്കെ, ഇതേപോലെ നമ്മൾ ഇതിനെയും എഴുതിയാൽ 305 ഇൻ ബേസ് B+2 എന്നുള്ള രീതിയിൽ എഴുതിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? ഇവിടെ ഞാൻ ഇനി n(10) = 305 ഇൻ ബേസ് B+2ൽ എഴുതാം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയായിരിക്കും വരിക? 3 × p+2 ഹോൾ സ്ക്വയർ, ഓക്കെ, പ്ലസ് 0 × p+2 ഹോൾ റേസ് ടു 1 പ്ലസ് 3 × ഇതേ നമ്പർ ഇത് നമ്മൾ ബേസ് B+2ൽ എക്സ്പ്രസ് ചെയ്യാൻ പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. n(10) = അതായത് B+2ലുള്ള നമ്പറാണ്. അതായത് 305 ഇൻ ബേസ് B+2 ആയി. ഓക്കെ, ഇനി എങ്ങനെ ട്രൈ ചെയ്യാം? സോ 3 × p+2 ഹോൾ സ്ക്വയർ പ്ലസ് 0 × b+2 ഹോൾ റേസ് ടു 1 പ്ലസ് 5 × p+2 ഹോൾ റേസ് ടു. ഇങ്ങനെ ആയിരിക്കും നമ്മളിതിനെ 10 ഡെസിമൽസിൽ എക്സ്പ്രസ് ചെയ്യാം. സോ n = എങ്ങനെ എഴുതാൻ പറ്റും? 3 × b+2 ഹോൾ സ്ക്വയർ പ്ലസ് ഇത് 0 ആയിരിക്കും, ഇതെന്തായിരിക്കും? അത് 5 ആയിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. 3 × b+2ൻ്റെ ഹോൾ സ്ക്വയർ എന്തായിരിക്കും? b² പ്ലസ് 4b പ്ലസ് 5 ഉണ്ടായിരിക്കും. നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് 3b² പ്ലസ് 12b പ്ലസ് ഇവിടെ 12 ഉണ്ടാവും, അതിൻ്റെ കൂടെ 5ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 17 കിട്ടും. സോ 3b² പ്ലസ് 12b പ്ലസ് 7 ആയിരിക്കും. ഇവിടെ ഞാൻ സൂക്ഷിച്ച് നോക്കുക, എന്നിൻ്റെ വാല്യൂ നമുക്ക് 3b² പ്ലസ് 12b പ്ലസ് 7 എന്നും എഴുതാൻ പറ്റും, അതുപോലെ 5b² പ്ലസ് 3 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് വാല്യൂസിനെയും ഈക്വേറ്റ് ചെയ്യാം. സോ 5b² പ്ലസ് 3 = 3b² പ്ലസ് 12b പ്ലസ് 17 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, നമുക്കിനി അടുത്തൊരു ഇതിൽ ചെയ്യാം. സോ ഞാൻ അതേമാതിരി എടുത്തെഴുതാണ്. 5b² പ്ലസ് 3 = 3b² പ്ലസ് 12b പ്ലസ് 17. സോ b² അങ്ങോട്ട് പോകും. സോ 2b² മൈനസ് 12b പ്ലസ് 3 മൈനസ് 17 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 3 മൈനസ് 17 എടുത്താൽ -14 എന്ന്. -14 = 0 എന്ന് കിട്ടും. അതായത് b² മൈനസ് 6b മൈനസ് 7 = 0. ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂസ് എന്തായിരിക്കും? b = 6ഉം 4, b മൈനസ് 7 ആൻഡ് b മൈനസ് 7 ആൻഡ് b പ്ലസ് 1 = 0 എന്ന് കിട്ടും. അതായത് ബീൻ്റെ വാല്യൂ എന്തായാലും നെഗറ്റീവ് നമ്പർ വരില്ല. സോ ബീൻ്റെ വാല്യൂ 7 ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ബേസ് ആയിട്ട് കിട്ടാൻ പോകുന്ന ഈ നമ്പർ 7 ആയിരിക്കും എന്നാണ്. ഇത് ബേസ് B+2 എന്ന് വരാൻ പോകുന്നത് ബേസ് 9 ആയിരിക്കും.
ഇനി നമുക്ക് എന്താ ചെയ്യുക, നമുക്ക് നേരെ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഏത് നമ്മൾ ഉപയോഗിക്കുക, ഈ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്താൽ മതി. n = 5b² + 3. സോ n = 5b² + 3. അതായത് 5 ഇൻറ്റു b², 7ൻ്റെ സ്ക്വയർ ആണ് 49 + 3. 49 ഇൻറ്റു 5 ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 5 × 4 × 2 45 + 3 എന്ന് കിട്ടും. അതായത് 248 ആണ് വാല്യൂ. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, പ്രൊഡക്റ്റ് ഓഫ് ഡിജിറ്റ്സ് ഓഫ് n. സോ പ്രൊഡക്റ്റ് ഓഫ് ഡിജിറ്റ്സ് ഓഫ് n, അതായത് നമ്മുടെ ആൻസർ എന്തായിരിക്കും, 2 × 4 × 8 ആയിരിക്കും. സോ ഇത് 6 വരും, 2 × 4 8 വരും, 8 × 8 64 ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. സോ അത്ര ബുദ്ധിമുട്ടിലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല. നമ്മളിവിടെ മനസ്സിലാക്കി വെക്കേണ്ട സംഭവം, ഒരു വേറെ നമ്പറുള്ള ഒരു ബേസിലുള്ളൊരു നമ്പർ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി. ഈ സംഭവമാണ് നമ്മൾ ആകെ പഠിക്കാനുള്ളത്. അതിൽ നിന്നും ബേസ് കിട്ടി, ബാക്കി തന്നെ. യെസ്, എന്നാൽ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.